മഹാഭാരതം ഒറ്റ വരിയിൽ ഒതുക്കി തീർത്ത ഒരു മഹാപ്രതിഭയുടെ സമഗ്ര പുരുഷന്റെ കഥ ഇരവാൻ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനാം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ സംഭവാമി യുഗേ യുഗേ. മർത്യജന്മങ്ങൾ സ്വാർത്ഥത കൊയ്യും അർത്ഥമില്ലാത്ത പോരാട്ട ഭൂമികൾ. ആരു ജയിക്കുന്നവർ, ആരു തോൽക്കുന്നവർ, അടലിൽ ഉയരറ്റുകിടക്കും ശിരസുകൾ, അതിരറ്റ ജന്മബന്ധത്തിൻ തുടിപ്പുകൾ. ദിവസങ്ങൾ കടന്നുപോയി, കറുത്തുപോയി പകൽ. ജയിക്കാനാവാത്ത യുദ്ധം, വീണു തീർന്നുവോ നമ്മൾ? കൃഷ്ണ, ഇനി എന്തു വഴി ഈ ശവപ്പറമ്പിൽ വിജയത്തിന്റെ കൊടി ഉയർത്താൻ? ധർമ്മം ജയിക്കാൻ ചോര വേണം. അതും ചെറിയൊരു ചോരയല്ല, സമഗ്രമായ ഒരു പുരുഷബലി. ഭൂമിയുടെ അറ്റം തൊട്ടവൻ, രക്തത്തിന്റെ ഗന്ധമറിഞ്ഞവൻ. അവനെ തേടുക, അവനെ ബലിയാക്കുക. ഇത് ഒരു വനവാസ കഥയല്ല. ധർമ്മം കാക്കാൻ നിയമം ലംഘിച്ച അർജുനൻ അതേ ധർമ്മത്തിന് മുന്നിൽ തലകുനിച്ചു. ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ 1 വർഷത്തെ വനവാസം സ്വയം സ്വീകരിച്ചു. നിലാവ് ചായുന്ന രാവ്, പ്രണയ സൗഗന്ധികങ്ങൾ വിരിയുന്ന രാവ്, പാർത്തന്റെ ഇടനെഞ്ചിൽ തളിരായുലൂപി. രാവു തീരാതിരുന്നെങ്കിൽ, പ്രണയരാവു തീരാതിരുന്നെങ്കിൽ, നാഗലോകശിലകൾ പ്രണയലാമഴയിലുരുകി ഉടലും ആത്മാവും ഒന്നായി തീർന്നു. രാവേറെയാ അന്നത്തെ പൂനിലാവൊന്നു തൊടുത്തു, എന്നോ മറഞ്ഞു പോയി. വിരഹത്തിൻ വേദനയാലെ വെന്തു ഉലൂപി. അടിവയറിൽ അറിയാതെ ജീവന്റെ തുടിപ്പ്, അടിവയറിൽ അറിയാതെ ജീവന്റെ തുടിപ്പ്. അമ്മയായി മാറി ഉലൂപി, അമ്മയായി മാറി ഉലൂപി.
ഇരവാൻ 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 കര കാണ കടൽ പോലെ ഉയരും തിര പോലെ കര കാണ കടൽ പോലെ ഉയരും തിര പോലെ കുരുവംശപ്പടയാരവമുയരുമ്പോൾ ആരെല്ലാം തെളിഞ്ഞെത്തും ആചാര്യൻ സോദരൻ ഭീഷ്മപിതാമഹർ അവരോടൊത്തടരാടാനാലിനി യുദ്ധഭൂമിൽ അവരോടൊത്തടരാടാനാലിനി യുദ്ധഭൂമിൽ മുന്നേറണം അധികാരവും മുന്നേറണം അധികാരവും ഒഴുകണം ഇനി ചോരക്കലി ഒഴുകണം ഇനി ചോരക്കലി ബലി 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 ഒരു അനാര്യവംശവീരന്റെ കുരുതിയില്ലാതെ നിങ്ങളുടെ സ്വർണസിംഹാസനം സാധ്യമാകില്ല പാർത്ഥ. വിജയം സുനിശ്ചിതം നേടുവാൻ ഒരു മാർഗം ഉത്തമ പുരുഷനെ ബലിയായി നൽകിയത് സൽഗുണസ്വരൂപന് 32 ഗുണം, പൗരുഷം, അതിനൊത്ത സൗന്ദര്യ സങ്കല്പങ്ങൾ, ആരോഗ്യ ദൃഢഗാത്രനാവണം, അതിനൊത്ത അറിവിന് ആകാശങ്ങൾ നേടുവാൻ കുതിക്കുന്നത് അവനായിരിക്കണം ബലിയായി തീരുന്നൊരാൾ. ഇരവാൻ 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 അവന്റെ ശിരസ് വിജയത്തിന്റെ താക്കോലാണ്. അവന്റെ മരണം നിങ്ങളുടെ ജീവനാണ്. ഇരവാനെ കാണുവാനായി നാഗപുരിയിലെത്തി കൃഷ്ണനും പാർത്ഥനും 32 ഗുണങ്ങൾ തികഞ്ഞൊരു വീരനാര് ധർമ്മത്തിൻ വിജയത്തിനായി ആരു മരിക്കും പാർത്ഥനും സാരഥിയും ജീവിക്കണം നാളേക്കായി അവരൊഴികെ പിന്നീടുള്ളവൻ ഇരവാൻ ഉത്തമനായൊരു രാജകുമാരൻ സ്വയം സമ്മതത്താൽ ബലി നൽകിയാലേ ഈ യുദ്ധം ജയിക്കുവാൻ കഴിയും. കേശവൻ വീണാൽ വഴി കാണാൻ ആരുണ്ടിവിടെ പാർത്ഥൻ വീണാൽ ഗാന്ധീവമുയർത്താൻ ആരുണ്ട് അതുകൊണ്ട് യുദ്ധഭൂമിയിൽ വിജയം വരിക്കാൻ യാഗവേദിയിൽ ബലി തന്നെ നൽകണം ഉലൂബി. കനൽ വീണൊരു കാടുകടക്കയെരിഞ്ഞു ഉലൂബി. ഉലൂബി, ഇത് മഹാഭാഗ്യമാണ്. ആരുടെ മഹാഭാഗ്യം? പിതാവിന്റെ ജയത്തിന് ഹേതുവായി മകൻ മാറുക എന്നത് ഭാഗ്യമല്ലേ? എന്റെ ജീവനും ജീവിതവുമാണവൻ. ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയവർ ഇപ്പോൾ വന്നത് ഇതിനാണല്ലേ? ധർമ്മത്തിൻ പോരു ജയിക്കാൻ പാണ്ഡവ വിജയത്തിനു വേണ്ടി ഞാനേ തെളിയാകാം ഞാനേ ബലിയാകാം ഞാനേ തെളിയാകാം ഞാനേ ബലിയാകാം. ഈ കണ്ണുകൾ കണ്ണുനീർ ചൊരിയാനുള്ളതല്ല, എൻ്റെ വിജയയാത്രയ്ക്ക് ആശീർവാദം ചൊരിയാനുള്ളതാണ്. ഞാൻ മരിക്കുന്നില്ല. അച്ഛൻ്റെ വംശത്തിന് അഭിമാനമായി ഞാൻ എന്നും ജീവിച്ചിരിക്കും. മകനെ, നിന്നെ വാളിനെ വിട്ടു കൊടുക്കാനല്ല ഞാൻ പ്രസവിച്ചത്, ധീരനായി ജീവിക്കാനാണ്. എൻ്റെ രക്തത്തിൻ്റെ ഓരോ തുള്ളിയും പാണ്ഡവരുടെ വിജയത്തിൻ്റെ ശക്തിയാകട്ടെ. എൻ്റെ ശ്വാസത്തിൻ്റെ അവസാന സ്പന്ദനം എൻ്റെ അച്ഛൻ്റെ കുലത്തിൻ്റെ വിജയമാകട്ടെ. അർജുനന്റെ കുലം കാക്കാൻ എന്റെ മകന്റെ ജീവൻ നൽകുന്നു. അമ്മയുടെ ഹൃദയം കാക്കാൻ ആരാണ് വരുന്നത്? ഇരവാൻ എൻ്റെ മകനാണെന്ന് കാലത്തോട് ഊറ്റം കൊള്ളാൻ കഴിയുന്ന അമ്മയായിരിക്കണം. ധീരന്റെ അമ്മയായി ജനിച്ച ഞാൻ ധീരുവിന്റെ കണ്ണീർ പൊഴിക്കില്ല. എന്റെ ഹൃദയം തകരുമെങ്കിലും നിന്റെ പ്രതിജ്ഞ തകരാൻ ഞാൻ അനുവദിക്കില്ല.
കേശവ, ഈ ജീവൻ എൻ്റെ പിതാവിന് വേണ്ടി ഞാൻ സമർപ്പിക്കാം. എന്നാൽ 2 വരങ്ങൾ എനിക്ക് നൽകണം. നിന്റെ ആഗ്രഹങ്ങൾ രണ്ടും ഞാൻ നിറവേറ്റാം. പറയൂ. ബലിക്ക് മുമ്പ് എനിക്കൊരു വധുവിനെ വേണം. ഒരു നാൾ അവളുമായി ജീവിക്കണം. യുദ്ധത്തിന്റെ അന്ത്യം എന്റെ കണ്ണുകൾ കാണണം. നീ വരനാകും. നീ യുദ്ധവും കാണും. വിജയത്തിന്റെ പതാക ഉയരുന്ന നിമിഷം വരെ നിന്റെ കണ്ണുകൾ നിലനിൽക്കും. ഒരു നിബന്ധനയോടെ. യുദ്ധം കാണുമ്പോൾ നീ മൗനിയായിരിക്കണം. കാണുക മാത്രം. ഒരക്ഷരം ഉരുവിടരുത്. ഓർക്കുക, മൗനം ലംഘിച്ചാൽ നിന്റെ ശിരസ് ഛിന്നഭിന്നമാകും. എന്റെ കണ്ണുകൾ യുദ്ധം കാണും. എന്റെ നാവ് ഒന്നുമേ ഉരിയാടുകയില്ല. വാക്ക്. കന്യകമാരെ, ധർമ്മത്തിനായി ജീവൻ സമർപ്പിക്കുന്ന ഒരു മഹാവീരനുണ്ട്. നാളെ സൂര്യോദയം കാണും മുമ്പേ അവൻ ബലിയാകും. എന്നാൽ അവന്റെ അവസാന മോഹം ഒരു ദിവസമെങ്കിലും ഗൃഹസ്ഥനായി ജീവിക്കണമെന്നാണ്. നിങ്ങളിൽ ആ മഹാഭാഗ്യം സ്വീകരിക്കാൻ ആരുണ്ട്? വിവാഹത്തിന്റെ പിറ്റേന്ന് വിധവയാകേണ്ടി വരുമെങ്കിൽ ആ മംഗല്യം എനിക്ക് താങ്ങാനാവില്ല മാധവ. ജീവിച്ചിരിക്കുന്ന ഭർത്താവിനെ സ്വപ്നം കാണുന്നവരാണ് ഞങ്ങൾ. മരണത്തിലേക്ക് പോകുന്ന വരനെ ഹൃദയം സ്വീകരിക്കുന്നില്ല. ഒരു ദിവസത്തെ മംഗലത്തിനു വേണ്ടി ഒരു ജീവിതം മുഴുവൻ വിധവാവേദന നൽകാൻ ഞാൻ അനുവദിക്കില്ല. ആ ബാധ്യത ഞാൻ തന്നെ ഏറ്റെടുക്കാം. നിനക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ മോഹിനിയാകുന്നു. ഒരു രാവിന്റെ മൗനം പോൽ പ്രണയം നിറയും നിലാവ് പോൽ മോഹിനി. നാളെ ഞാൻ ഇല്ലാതാകുന്നു. ഉയരാൻ ഇരു കൈ ചേർന്നു. മോഹിനി, ഞാൻ പോകുന്നു. മരണത്തിലേക്കല്ല, നിന്റെ പ്രണയം കാത്തു സൂക്ഷിക്കുന്ന നിത്യതയിലേക്ക്. കേൾക്കുവിൻ കുരുക്ഷേത്രമേ, രാവിൻ പുത്രൻ നിൻ മണ്ണിൽ കാൽ വയ്ക്കുന്നു. ഭീമന്റെ രക്തവും ഹിഡുംബിയുടെ വന്യശക്തിയും ഒന്നായി ജ്വലിക്കുന്ന ഘടോത്കചനാണ് ഞാൻ. വാനമൻ മേൽക്കൂര, ഇരുളൻ കവചം, മായയൻ ആയുധം. എന്റെ പിതാവിന്റെ ശത്രുക്കളാണ് എന്റെ ശത്രുക്കൾ. എന്റെ അമ്മയുടെ അനുഗ്രഹമാണ് എന്റെ ശക്തി. വരുവിൻ, ധീരരാണെങ്കിൽ വാളുമായി വരുവിൻ. പിന്തിരിയുവാനല്ല ഞാൻ വന്നത്. യുദ്ധത്തിന്റെ രാത്രിയെ പാണ്ഡവരുടെ വിജയപ്രഭാതമാക്കി മാറ്റുവാനാണ്. അംഗരാജ കർണ, നിന്റെ അസ്ത്രം എന്റെ ദേഹം തകർത്തു. കർണ, അർജുനന്റെ ജീവൻ തന്നെയാണ് നീ കാത്തത്. പിതാവേ ഭീമ, അമ്മേ ഹിഡുംബേ, ഞാൻ എന്റെ കടമ പൂർത്തിയാക്കി. കൃഷ്ണ
അനുജേ കേൾക്കൂ നീ, നിൻ കാതിൽ മൊഴിയുന്നൊരു സ്നേഹരാവിൻ. അതെന്താണ് വാർത്ത? മഹാചക്രവ്യൂഹഭേദതന്ത്രം ദൈ റാ ദൈ റാ ദൈ റാ ദൈ താ ദൈ താ ദൈ റാ ദൈ റാ ദൈ റാ ദൈ താ ദൈ റാ ദൈ. ഈ ചക്രവ്യൂഹം ഇരുമ്പ് കൊണ്ട് തീർത്ത മതിലല്ല, അധർമ്മം തീർത്ത അഹങ്കാരത്തിന്റെ കോട്ടയാണ്. അതിനെ ഭേദിക്കുവാൻ ഒരൊറ്റമ്പ് മതിയെങ്കിൽ ആ അമ്പാകാൻ ഞാൻ തയ്യാറാണ്. പത്മത്തിന്റെ ആകൃതിയിൽ നിർത്താതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സേനാവ്യൂഹം ചുറ്റുമുറിയുന്ന നേരത്ത് കുതിരയെപ്പായി ചകത്തു കടക്കണം. ഉടനെ എടുക്കണം, തൊടുക്കണം നാഗശസ്ത്രം. പാമ്പു പോലെ ചീറി മുറിക്കണം അകത്തെ ചുറ്റും 3ഉം 10ഉം. വേൽമുന കൊണ്ട് തുരക്കണം, ഗദ കൊണ്ട് തകർക്കണം. നിർത്താതെ സഹസ്രശരങ്ങൾ നൃത്തം ചെയ്യണം. കുതിരപ്പുറത്തായത്തിൽ ഒരു ചുറ്റുചുറ്റി പിന്നോക്കം നീങ്ങി ഗരുഡനെ പോലെ പൊങ്ങിത്താഴ്ന്ന് വാൾ കുത്തിയിരിക്കണം ചക്രച്ചുറ്റിന്റെ നടുവിൽ. സുഭദ്രെ, നീ ഉറങ്ങിപ്പോയോ? അച്ഛാ, ബാക്കി പറയൂ. ഞാനിവിടെ കുടുങ്ങി പോയിരിക്കുന്നു. നമ്മുടെ കുഞ്ഞിനെ ഒന്ന് താലോലിക്കാൻ ഞാൻ എത്ര കൊതിക്കുന്നുണ്ടെന്ന്. ഇതിനകത്ത് നിന്ന് എങ്ങനെയാണെന്ന് പുറത്തു കിടക്കുക. അനുജ, അത് മരണമുഖമാണ്. തിരികെ അമ്മമാരുടെ ഹൃദയം കീറി മുറിച്ചിട്ടാണ് വിജയത്തിന്റെ കൊടി ഉയർത്തേണ്ടത്. കുരുക്ഷേത്രമേ, ഈ മണ്ണിൻ ചുവപ്പ് എൻ മകന്റെ ദിനമോ. ഈ കാറ്റിന്റെ നെടുവീർപ്പ് അവന്റെ ശ്വാസമോ. യാഗക്കൊലയിൽ വീഴുമൊരമ്പത്തൊട്ടിൽ ഭീമന്റെ പ്രണയത്തിന്റെ ഓർമ്മയായി എന്റെ മാറിൽ വളർന്ന മകനാണിവൻ. ഇവനെ രാക്ഷസനെന്ന് ലോകം വിളിച്ചു. പക്ഷേ അവന്റെ ഹൃദയം മനുഷ്യരെക്കാൾ വിശുദ്ധമായിരുന്നു. മകനെ, നാഗലോകത്തിൻ പുത്രനായി നീ ധർമ്മലോകത്തിൻ കാവൽ വീരനായി രണഭേരി മുഴങ്ങും മുൻപ് ശംഖനാദമായവൻ നിരവാ. നിങ്ങൾ എഴുതിയ വിജയ പതാകയിൽ അവന്റെ പേരെവിടെ? ഇന്ന് നിങ്ങൾ വിജയഘോഷം മുഴക്കുമ്പോൾ ഒരു അമ്മയുടെ കരച്ചിൽ കേൾക്കുന്നില്ലേ? ഈ മണ്ണിൽ വീണ രക്തം വീരന്റേത് മാത്രമല്ല, ഒരമ്മയുടെ സ്വപ്നങ്ങളുടേതു കൂടിയാണ്. ഇരവാൻ തമിഴ്നാട്ടിലെ കൂവാകം എന്ന കൊച്ചു ഗ്രാമത്തിൽ അവന്റെ ഓർമ്മകൾ ഇന്നും ഒരു ക്ഷേത്രദീപമായി ജ്വലിക്കുന്നു. ചെന്തമിച്ചിന്തുകൾ പാടി വരുന്നേ അവളി പൂന്തങ്ങൾ, പൂങ്കിളി തെൻകിളി പാറി വരുന്നേ മകളിൽ ചില്ലകളിൽ. മഞ്ഞൾ താലികൾ വാടി വിളിച്ചേ കുങ്കുമസന്ധിയിലായി നറുതിയിട്ടു നിറഞ്ഞ നിലാവിൽ ചന്ദന ഗന്ധങ്ങൾ. കുഴലൂടാൻ കുഴുമേലെ മയിലെത്തി കവടിയാടാൻ മനമാകെ പിടിപിടിക്കും. തകതി 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 തകർത്താണ്ടവർ കോവിലിലെ അരവാന്റെ തിരുനടയിൽ അരവാണി മാകളെത്തി.
ഇവിടെ ഈ കൂവാകത്തിന്റെ മണ്ണിൽ അറുത്തുമാറ്റപ്പെടുന്നത് വെറും താലികളല്ല, യുദ്ധക്കൊതി പൂണ്ട മനുഷ്യവർഗത്തിന്റെ കപട സദാചാരവും അധികാരഭ്രാന്തുമാണ്. ഇന്നും ഓരോ യുദ്ധത്തിലും ഭരണാധികാരികൾക്ക് സിംഹാസനം നിലനിർത്താൻ കരുത്തരായ യുവാക്കൾ അതിർത്തികളിൽ ബലിമൃഗങ്ങളാകുന്നു. ഇനിയൊരു യുദ്ധം വേണ്ട, ഇനിയൊരു ചോരപ്പൂരം വേണ്ട, ഇനിയൊരു അമ്മയുടെയും കണ്ണുനീർ വീണ് ഈ ഭൂമി ശപിക്കപ്പെടാതിരിക്കട്ടെ.